പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ആമേൻ ജൂലൈ മാസം 1-ാം തീയതി ആമേൻ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 2-ാം ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാം. കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം അത്ഭുതകരമായി നടത്തിയതിന് സ്തോത്രം 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 സ്തോത്രം. രാത്രിയിൽ നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചില്ലേ? കർത്താവിന് കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. കർത്താവെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, ആമേൻ, ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, ആമേൻ. രാവിലെ നമ്മളെ ഉണർത്തിയതിന് ഒന്നുകൂടെ ഒന്ന് സ്തോത്രം പറഞ്ഞ്. കർത്താവിൻ്റെ കൃപയാണ് നമ്മൾ ഉണർന്നത്. നമ്മുടെ അഡ്വാൻറ്റേജോ നമ്മുടെ പ്രത്യേകതയോ ശക്തിയോ ബലമോ ഒന്നുമല്ല, ദൈവകൃപയാണ് നമ്മൾ ഉണർന്നത്. കർത്താവിന് ഒന്നുകൂടെ സ്തോത്രം പറ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായിട്ട് കർത്താവിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആമേൻ. അത്ഭുതകരമായി നമ്മളെ നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കഴിഞ്ഞ 6 മാസക്കാലം ആമേൻ വിശ്വസ്തനായി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ അത്ഭുതകരമായി നടത്തി നമ്മുടെ കർത്താവിന് കരം ഉയർത്തി പിടിച്ചുകൊണ്ട് പറയാം, താങ്ക് യു ലോർഡ്. കഴിഞ്ഞ 6 മാസക്കാലം നടത്തിയതിന് സ്തോത്രം. കഴിഞ്ഞ ജാനുവരി മാസം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. ഫെബ്രുവരി മാസം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. മാർച്ച് മാസം ശ്രേഷ്ഠമായി നടത്തിയതിന് സ്തോത്രം. അപ്പോൾ ഏപ്രിൽ മാസവും അനുഗ്രഹിച്ച് ഞങ്ങളെ നടത്തിയതിന് സ്തോത്രം. മെയ് മാസത്തിൽ കർത്താവ് ഞങ്ങളെ കരുതി പരിപാലിച്ചു, ഞങ്ങൾ നന്ദി പറയുന്നു. ജൂൺ മാസവും അതിശയമായി നടത്തിയതിന് സ്തോത്രം. കർത്താവെ, ഈ 7-ാം മാസത്തിൻ്റെ ആരംഭ നിമിഷങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങയുടെ മഹത്വവും അങ്ങയുടെ ബലവും കാണുന്ന ഒരു മാസമായി ഇത് തീരട്ടെ. ആമേൻ. ഒരു മഹാവീരനെ പോലെ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഒരു നന്മയും മുടക്കാതെ നന്മകളുടെ പൂർണ്ണത തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ നന്ദി പറയുന്നു. 54-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു, കർത്താവിൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെ ഉണ്ട്. 6-ാമത്തെ വാക്യം, സ്വമേധാദാനത്തോടെ ഞാൻ കർത്താവിന് ഹനനയാഗം കഴിക്കും. യഹോവേ, അങ്ങയുടെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും. കർത്താവിനെ സകല കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു, എൻ്റെ കണ്ണിൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരിക്കലൂടെ കർത്താവെ, ഒരു വർഷത്തിൻ്റെ ആദ്യ ഭാഗം ഞങ്ങളെ കഴിഞ്ഞുപോയി, ഞങ്ങൾ അതിന് നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങളെ നിലനിർത്തിയത് സ്തോത്രം. കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചത് ഞങ്ങളതിന് സ്തോത്രം പറയുന്നു. കർത്താവ് ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം തന്നത് ഞങ്ങളതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടെ യഹോവ ജൈറയായി കരുതുന്നവനായി കഴിഞ്ഞ 6 മാസക്കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അങ്ങേക്ക് സ്തോത്രം. യഹോവ റാഫയായി സൗഖ്യദായകനായി കഴിഞ്ഞ 6 മാസക്കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കർത്താവിന് നന്ദി. ഹല്ലേലൂയ. ഷാലോമായി സമാധാനമായി കഴിഞ്ഞ 6 മാസക്കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിന് നന്ദി. യഹോവ നിസിയായി ജയക്കൊടിയായി ഞങ്ങളെ ജയത്തോടെ കഴിഞ്ഞ 6 മാസക്കാലം നടത്തിയ ദൈവകൃപയ്ക്ക് നന്ദി. ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ പുതുമാസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. രോഗങ്ങൾ അവരെ വിട്ടുമാറട്ടെ, ദുഃഖങ്ങൾ അവരെ വിട്ടുമാറട്ടെ, നിരാശകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവർ ആരോഗ്യമുള്ളവരായി തീരട്ടെ, സന്തോഷമുള്ളവരായി തീരട്ടെ, സമാധാനമുള്ളവരായി തീരട്ടെ, ദൈവിക സ്വസ്ഥത അനുഭവിക്കുന്നവരായി തീരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടലുകൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, അങ്ങയുടെ വലിയ സന്തോഷവും സമാധാനവും എല്ലാ കുടുംബങ്ങളിലും നിറഞ്ഞു കവിയുന്നതിന് ഞങ്ങൾ നന്ദി പറഞ്ഞു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. ഈ പ്രാർത്ഥനയും ഉപവാസവും കർത്താവെ അങ്ങയുടെ സന്നിധി പ്രസാദകരമായി തീരണം. ഇന്നലെ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾ കർത്താവ് തന്നതിന് സ്തോത്രം. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടും ആമേൻ ദൈവവചന ധ്യാനത്തോടും കൂടി ആയിരിക്കാനും വൈകിട്ട് കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഒരുമിച്ചിരുന്ന് കർത്താവിനെ ആരാധിക്കുവാനും കൃപ തരണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയും സമാധാനവും ഈ പുതിയ മാസം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം
അവിടേക്ക് വരുന്നതിന് മുമ്പ് ഓർപ്പിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനയുടെ ഉപവാസത്തിന് 2-ാം ദിവസമാണ്. പകൽക്കാലം പ്രാർത്ഥിക്കണം, എഫേസ്യ ലേഖനം വായിക്കണം. പ്രത്യേകിച്ച് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 അതായത് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. കഴിവതും എല്ലാവരും അതിൽ പങ്കെടുക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ഭയങ്കര അടുത്ത ഒരു 6 മാസത്തേക്കിനുള്ള ദൈവിക കൈമാറ്റങ്ങളെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. വിശ്വാസത്താൽ നമുക്കതിനെ സ്വീകരിപ്പാൻ. അതുകൊണ്ട് ആരും മീറ്റിംഗ് മിസ് ചെയ്യാതെ എല്ലാവരും പങ്കെടുക്കുക. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2ഉം 3ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിർവൃതനായി അല്ലെങ്കിൽ സ്വസ്ഥനായി റെസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് സ്വസ്ഥനായതുകൊണ്ട് അല്ലെങ്കിൽ നിർവൃതനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു. ഈ 7-ാം മാസം ദൈവിക സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു മാസമായി കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ 6 മാസക്കാലം നമ്മൾ പല പ്രവൃത്തികളൊക്കെ ചെയ്തു, പല കാര്യങ്ങളിലൂടെയൊക്കെ ഓടി, പല പ്രവൃത്തികൾ ചെയ്തെങ്കിലും 7-ാം മാസത്തിൽ ദൈവിക സ്വസ്ഥത എന്ന് പറഞ്ഞാൽ മടിച്ചിരിക്കുന്നതെന്നല്ല, ട്രസ്റ്റിംഗ് ഇൻ ഗോഡ്, ദൈവത്തിൽ അസാധാരണമായി ആശ്രയിച്ചിരിക്കുന്ന ഒരു മാസമായി ഈ മാസം തീരട്ടെ. ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ തോളിൽ അല്ലെങ്കിൽ അപ്പൻ്റെ തോളിൽ റെസ്റ്റ് എടുക്കുന്നത് പോലെ ഈ 7-ാമത്തെ മാസം ദൈവിക സ്വസ്ഥതയിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് കൊണ്ടുപോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. ഈ തിരക്കേറിയ ലോക ജീവിതത്തിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ദൈവമക്കൾ കടന്നു പോകുമ്പോൾ കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുക. എന്തിനാ? ദൈവിക സ്വസ്ഥത അനുഭവിക്കുവാൻ, ദൈവത്തിൽ കൂടുതലായി ട്രസ്റ്റ് ചെയ്യുവാൻ. ഈ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ നിറഞ്ഞ ലോകത്തിൽ ആമേൻ അതിനകത്ത് ദൈവിക സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആബ്സെൻസ് ഓഫ് വർക്ക് ജോലി ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം, ബട്ട് ദ പ്രസൻസ് ഓഫ് പീസ്, ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുവാൻ. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയുന്നു ഇത് ദൈവമാണ് സകലത്തെയും കൺട്രോൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മൾ എന്തെങ്കിലും കഠിനമായി ചെയ്തത് കൊണ്ടല്ല കാര്യങ്ങൾ നടക്കുന്നത്, പിന്നെയോ ദൈവകൃപ കൊണ്ടാണ് എന്ന് പറയുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആമേൻ ആമേൻ ഇടവരുത്തി തരട്ടെ. ആമേൻ. പഴയ നിയമസഭ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ 6 ദിവസം അവർ മന്ന പിറക്കുമായിരുന്നു. 7-ാം ദിവസം അവർ പിറക്കിയത് ആമേൻ അവർക്ക് വീണ്ടും അടുത്ത ദിവസത്തേന് ഉപയോഗിക്കാൻ പറ്റിയതുപോലെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവിക സ്വസ്ഥത ഈ 7-ാം മാസം നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നൽകുമാറാട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആമേൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആമേൻ കുറച്ച് സമയം കർത്താവിൻ്റെ കൂടെ ഇരുന്നിട്ട് ദൈവിക നന്മകളെക്കുറിച്ച് ഓർക്കണം. ദൈവം ചെയ്ത ആമേൻ 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 നന്മകളെ ഓർത്ത് ഒരു 10-15 മിനിറ്റ് എല്ലാ ദിവസവും കർത്താവിന് സ്തോത്രം ചെയ്യണം. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഹല്ലേലൂയ, സ്തോത്രം, അങ്ങ് എന്നെ കഴിഞ്ഞ 6 മാസക്കാലം നടത്തിയതിന് സ്തോത്രം. ആമേൻ. പ്രതികൂലങ്ങളുടെ നടുവിൽ എന്നെ അത്ഭുതമായി നിർത്തിയതിന് സ്തോത്രം. ഇങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ആദ്യം രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ട് പറയണം. രണ്ടാമത് ചെയ്യേണ്ടത് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെ നമ്മൾ വിളിച്ചു പറയണം. കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, എൻ്റെ അടുക്കലേക്ക് വാ, ഞാൻ നിനക്ക് സ്വസ്ഥത തരാം. അപ്പോൾ ആ ദൈവിക സ്വസ്ഥത ദൈവം തരുന്ന ആമേൻ എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ലഭിച്ച നന്മകളെക്കുറിച്ചും ഒക്കെ ഹല്ലേലൂയ, സ്തോത്രം, എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിനെ ആമേൻ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. ആമേൻ. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ 6 മാസം നമുക്ക് നടക്കാതെ പോയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയണം, ഈ മാസം കർത്താവ് അത് നടത്തി തരും, കർത്താവ് അതിന്മേൽ അത്ഭുതം ചെയ്യും എന്ന് ആ വിഷയത്തെ ഓർത്ത് പറയണം. എന്നിട്ട് എല്ലാ ദിവസവും കരങ്ങൾ ഉയർത്തിയിട്ട് പറയണം, ഇതൊരു സ്വസ്ഥതയുടെ മാസമാണ്. ദൈവിക സ്വസ്ഥത എൻ്റെ ജീവിതത്തിൽ എല്ലാ ഇടങ്ങളിലും ഞാൻ അനുഭവിക്കും. ആമേൻ. കർത്താവ് എന്നെ അത്ഭുതകരമായി ഈ മാസം നടത്തും എന്ന് നിരന്തരം പറയുക. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കൊരു കാര്യം കൂടെ പറയാം. കർത്താവ് നമ്മൾ വായിച്ച ഭാഗത്ത് റെസ്റ്റ് എടുത്തത് കർത്താവ് ടയേർഡ് ആയതുകൊണ്ടല്ല. ഹല്ലേലൂയ, അത് നമുക്കൊരു പാറ്റേൺ ദൈവം കാണിച്ചു തരികയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് പാറ്റേൺ? 6 ദിവസം അധ്വാനിച്ചു, 7-ാം ദിവസം കർത്താവ് റെസ്റ്റ് എടുത്തപ്പോൾ നമ്മുടെ ലൈഫിലും കർത്താവ് ഒരു പാറ്റേൺ കാണിച്ചു തന്നു. നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഭാരങ്ങളെ, പ്രയാസങ്ങളെ എല്ലാം എന്നാ ചെയ്യണം? കർത്താവിലേക്ക് കൊടുത്തിട്ട് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുക. ട്രസ്റ്റ് ഇൻ ഹിസ് പ്രോസസ്. അവൻ്റെ പ്രോസസ്സിലും അവൻ്റെ സമയത്തിലും വിശ്വസിക്കുക. ഹല്ലേലൂയ. ആ ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തെ നിറഞ്ഞു കവിയുവാൻ ഈ പുതിയ മാസം ഇവിടെ വരട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് നമ്മളിതൊക്കെ സമ്പാദിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ നേടുന്നത് എൻ്റെ എന്തോ അല്ല. അങ്ങനെ വിചാരിക്കാതെ കർത്താവെ, ദൈവം നമുക്ക് വർക്ക് ചെയ്യാൻ
തരുന്ന സമയം, കർത്താവ് നമുക്ക് അത് ശുശ്രൂഷയിലായാലും നിങ്ങളുടെ ഭൗതിക ജോലിയിലായാലും എവിടെയാണെങ്കിലും കർത്താവ് നിങ്ങൾക്ക് തരുന്ന സമയം, കർത്താവ് തരുന്ന നിയോഗത്തിൽ നമ്മൾ പ്രവർത്തിക്കുക. എന്നാൽ അതിലല്ല നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ടത്. ആമേൻ. നടുന്നവനും ആമേൻ നടുന്നവനും ഏതുമല്ല, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമല്ല. പിന്നെ ആരാ? അവൻ വളർത്തുന്ന ദൈവമാണ്. അപ്പോൾ നമ്മൾ പറയും ഞാനോ, അങ്ങനെ ചെയ്യാതെ കർത്താവിലൊന്ന് ട്രസ്റ്റ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യണം ഈ മാസം. പറഞ്ഞു, ഈ മാസം എൻ്റെ കർത്താവ് എന്നെ അത്ഭുതമായി നടത്തും. എൻ്റെ കഴിവോ ബുദ്ധിയോ അല്ല, ദൈവത്തിൻ്റെ കൃപ. ഞാൻ കർത്താവിൽ ട്രസ്റ്റ് ചെയ്യുന്നു. ആമേൻ. നിൻ്റെ വഴികൾ യഹോവയെ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ കർത്താവിൽ ഏൽപ്പിച്ചിട്ട് ഒന്ന് ട്രസ്റ്റ് ചെയ്ത് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി, ആമേൻ. നിങ്ങൾ ഹാർഡ് വർക്ക് കൊണ്ടല്ല, ദൈവീക കൃപ കൊണ്ട് നേടുന്നത് നിങ്ങൾ ആത്മാവിൽ കാണുക. ഒരു അസാധാരണമായ സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും മാസമായി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തീർക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം അസാധാരണമായ സ്വസ്ഥത അനുഭവിക്കണം. എല്ലായിടത്തും അവർക്ക് കർത്താവിൽ ട്രസ്റ്റ് ചെയ്യാനും അങ്ങയുടെ ആ സ്വസ്ഥത അനുഭവിപ്പാനും സഹായിക്കണം. അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. അസാധാരണമായ സ്വസ്ഥതയുടെ ഒരു മാസമാക്കി നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് ഈ ജൂലൈയെ മാറ്റട്ടെ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.